നമുക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ, കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ശത്രുബാധകൾ, ശല്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട്. എളുപ്പമല്ല, പക്ഷേ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളെ വീട്ടിലൊരു പശുവിനെ മേടിച്ച് വളർത്താം. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ കുറേ പേർക്ക് ചിരി വരും. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയൊരു പ്ലോട്ടിലായിരിക്കും, ഒരു ഫ്ലാറ്റിലായിരിക്കും. ഞങ്ങളിങ്ങനെ പശുവിനെ വളർത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു. ലൈഫ് സ്റ്റൈൽ മാറി. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു വീടാണെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരൻ്റെ വീട്ടിൽ പശു ഉണ്ടാവും. എന്നാലും നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ആ ഒരു പശു ആ കോമ്പൗണ്ടിലുണ്ടെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ പല സ്ഥലങ്ങളിലും ഈ പശുവിനെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പോയി അതിൻ്റെ എനർജി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ദുരിതങ്ങളുള്ളവർ ഇതുപോലെ പശുവിനെ മേടിച്ചിട്ട് ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയാൻ പാടില്ല, 1-2 പേരെ ഞാൻ കണ്ട് പശുക്കുട്ടിനെ വാങ്ങി വളർത്തിയത്. പക്ഷേ പശുക്കുട്ടിനെ വാങ്ങി വളർത്തിയിട്ട് അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അത്രയധികം മാറ്റങ്ങളാണ്. അവരുടെ കുറേ ബാധ്യതകൾ കഴിഞ്ഞു. അതേപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമായി. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളിലും മാറ്റങ്ങളായിട്ട്. അപ്പോൾ കല്യാണം കഴിയാത്ത ആളുകളുടെ കല്യാണം കഴിയുന്നു. അപ്പോൾ ജസ്റ്റ് പശുവിനെ പാലിന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് അതിന് വേണ്ടുന്ന ഒരു ചെറിയ കുഞ്ഞിനെ വാങ്ങിയിട്ട് അങ്ങനെ തീറ്റയൊക്കെ കൊടുത്ത് അതിനെ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്, നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ കഴിയുന്നവർക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ വലിയ പശുവിനൊന്നും മേടിച്ച് കഷ്ടപ്പെടേണ്ട, ഒരു ചെറിയ പശുക്കുഞ്ഞിനെ മേടിക്കുക, അതിനെ വളർത്തുക. അതല്ല ഇനി അത് നിങ്ങൾക്ക് പ്രായോഗികമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പശുക്കുഞ്ഞിനെ വാങ്ങാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ പറ്റുന്നവർ ചെയ്ത് നോക്കുക. ലാൻഡൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റും. പിന്നെ അതിൻ്റെ വളങ്ങൾ കാര്യങ്ങൾ നമുക്ക് ചെടിക്കൊക്കെ വളങ്ങൾ ഇടാനായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വളരെയധികം ഐശ്വര്യമുള്ളൊരു മൃഗമാണ് ഈ നമ്മുടെ പശു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ഭാഗികമായ അറിവേ ഉള്ളൂ. അങ്ങനെ ഗുണഭോക്തരായിട്ടുള്ള ആളുകൾ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ.